പായിപ്പാട്ടെ ഷിബു വർഗീസും ഈ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ആളാണ്. ഷിബു വർഗീസിൻ്റെ വീട്ടിലും പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ടതിലുള്ള വല്ലാത്ത ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒരുപാട് നാട്ടുകാരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് കടന്നു പോയിരിക്കുന്നത്. ഷിബു വർഗീസ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു. കണ്ണീരും ദുഃഖവുമായിട്ട് നിൽക്കുന്ന ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഷിബു വർഗീസിൻ്റെ വീട്ടിൽ നിന്ന് അശ്വിൻ പാലാഴി എൻ്റെ മുന്നിൽ നമുക്കൊപ്പം ചേരുവാണ്. അശ്വിൻ, യഥാർത്ഥത്തിൽ ഈ വീടിനും ഒരു അത്താണിയായിട്ടാണ് അശ്വിൻ ഗൾഫിലേക്ക് പോയെന്നറിയാം. കുറേ സഹായ വാഗ്ദാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റെന്ത് കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്? എസ് കെ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ടവനായിരുന്നു ഷിബു വർഗീസ്. ഏകദേശം 11 വർഷങ്ങൾക്ക് മുമ്പാണ് ഷിബു നാട്ടിൽ നിന്നും കുവൈറ്റിലേക്ക് NBTC കമ്പനിയുടെ അക്കൗണ്ടന്റായി പോകുന്നത്. ഷിബുവിന്റെ മാതൃ സഹോദരൻ, അദ്ദേഹം അവിടെയാണ് ജോലി ചെയ്തിരുന്നത്, മാത്യു ജോസഫ്, അദ്ദേഹവും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. മാത്യു ജോസഫാണ് അദ്ദേഹവും മരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ഷിബു വർഗീസിനെ ഇവിടെ നിന്നും അവിടേക്ക് കൊണ്ടുപോയത്. ഇന്നലെ ഒപ്പം ഈ മാതൃ സഹോദരനെ കൂടാതെ ഷിബുവിന്റെ സ്വന്തം സഹോദരനായ ഷിജു വർഗീസും ഇതേ കമ്പനിയിൽ ചീഫ് അക്കൌണ്ടന്റാണ്. ഈ അപകടം നടന്നതിന് പിന്നാലെ ഷിബുവിനെ കാണാതായി എന്നുള്ള വാർത്തയാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ഷിജു വർഗീസ് പല ആശുപത്രികളിലായി കയറി നോക്കി. അതിനുശേഷമാണ് ഒരു ആശുപത്രിയിൽ നിന്നും ഷിബുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീടാണ് മരിച്ചു എന്നുള്ള വിവരമൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നതും വീട്ടിലേക്ക് സഹോദരൻ ഈ വിവരം ഒരു ഇടിത്തി പോലെ വിളിച്ചു പറയുന്നതും. എന്തായാലും ഈ വീടിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ്. ഷിബുവിന് 3 വയസ്സുള്ള ഒരു മകനാണുള്ളത്. ഒപ്പം ഭാര്യ ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. കഴിഞ്ഞ ഏകദേശം ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ ജൂലൈയിലാണ് ഷിബു ഈ വീട്ടിലെത്തി മകനെയൊക്കെ കണ്ട് മടങ്ങിയത്. അതിനുശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീണ്ടും വീട്ടിലേക്ക് വരാനിരിക്കെയാണ് ഈ അപകട മരണം സംഭവിക്കുന്നതെന്നുള്ളതാണ് ഏറെ വേദനാജനകം. ഇപ്പോൾ നിലവിൽ ഷിബുവിന്റെ സ്വന്തം വീട്ടിൽ അമ്മയും സഹോദരനുമാണ് താമസിക്കുന്നത്. ഭാര്യ അതായത് ഭാര്യയുടെ വീട്ടിൽ തന്നെയാണ് ഭാര്യയും മകനും താമസിക്കുന്നത്. അല്ലെങ്കിൽ ഈ വീട്ടിലെ സങ്കടം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടിലൂടെയൊക്കെ നമ്മൾ ഇവിടുത്തെ വീട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ, നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ജീവിതത്തോട് പടപുരുതി, ദുഃഖങ്ങളോടും ബുദ്ധിമുട്ടുകളോടും ഒക്കെ പടപുരുതി ഈ നിലയിലെത്തി വലിയൊരു നിലയിൽ സ്വന്തമായി വീടൊക്കെ വെച്ച് ഭാര്യയുമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമായിരുന്നു. എന്തായാലും ഇവരെ സംബന്ധിച്ച് താങ്ങാനാവാത്ത ദുഃഖമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. മൃതദേഹം ഇന്ന് 3 മണിയോടുകൂടി പായിപ്പാട് എത്തിക്കും. അവിടെ നിന്ന് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം തിങ്കളാഴ്ചയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ച ഷിബുവിന്റെ സഹോദരൻ ഷിജു ഇപ്പോഴും കുവൈറ്റിലാണ്. അദ്ദേഹത്തിന് ടിക്കറ്റ് സംബന്ധിച്ച ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം കൂടി വന്ന ശേഷമായിരിക്കും സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ തീരുമാനിക്കുക. എന്തായാലും തിങ്കളാഴ്ച എന്നുള്ളൊരു തീരുമാനമുണ്ട്. സമയമടക്കമുള്ള ക്രമീകരണങ്ങൾ ഷിജു നാട്ടിലേക്ക് എത്തുന്നതുകൂടി കണക്കിലെടുത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എസ് കെ.